ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Androidmalayali എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അധിക പേർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് മെമ്മറി കാർഡ് റീഡറിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ PC-യിൽ പെൻഡ്രൈവ് ഒക്കെ ഉപയോഗിച്ചിട്ട് തിരക്കിനിടയിൽ പെട്ടെന്ന് ഒരു ഫയൽ കോപ്പി ചെയ്തിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ആ തിരക്കിൽ വലിച്ചു വരും. പിന്നീട് അത് കണക്ട് ചെയ്യുമ്പോൾ മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻഡ്രൈവ് കറപ്റ്റഡ് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ വരാറുണ്ട്. അപ്പം അധിക പേർക്കും പല തരത്തിലും ഫയൽ നഷ്ടപ്പെട്ട ഒരു പ്രോബ്ലമാണിത്. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ നമ്മൾ ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ പെൻഡ്രൈവ് ഒക്കെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ OTG വഴി കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുമ്പോൾ ആ ഫയൽ ആക്സസിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക വലിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൻഡ്രൈവ് കണക്ട് ആവാനുള്ള അല്ലെങ്കിൽ കറപ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴായാലും മെമ്മറി കാർഡ് റിമൂവ് ചെയ്യുമ്പോൾ ഇജക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് തന്നെ റിമൂവ് ചെയ്യാം. അതുതന്നെ പഴയ ഫോണുകളിൽ ഇപ്പോൾ നോക്കിയുടെയൊക്കെ ഫോണുകളിലും കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്റ്റ് കണക്ഷനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നോക്കിയ ഫോണിനെ ഒരു മെമ്മറി കാർഡ് റീഡറായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്നു. USB വഴി കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻസ് ഉണ്ട്. കണക്റ്റിംഗ് നോക്കിയ സൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നോക്കിയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ മെമ്മറി കാർഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ചാർജിങ്. അപ്പോൾ ഈ മെമ്മറി കാർഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെൻഡ്രൈവ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാർഡ് റീഡറിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നത് അതേ രീതിയിലായിരുന്നു കമ്പ്യൂട്ടറിൽ ഈ ആക്സസ് കിട്ടിയത്. അപ്പോൾ ആ സമയത്തും നമ്മൾ പാട്ടോ വീഡിയോ ഒക്കെ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ട് പെട്ടെന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് കറക്റ്റ് ആവും. അത്രയും ദിവസം എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് പോകാറുണ്ട്. ചില ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ഈ ഫോർമാറ്റിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിലും അധിക പേരും ഫോർമാറ്റ് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക പേടിയിൽ അല്ലെങ്കിൽ വെപ്രാളത്തിൽ ഫോർമാറ്റ് കൊടുത്തിട്ട് ഡാറ്റ നഷ്ടപ്പെട്ട് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫോണുകളിൽ ആണെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും ഏതിലായാലും SNDP എന്ന് പറയുന്ന തരത്തിൽ അവർ കണക്ട് ആക്കുന്നതുകൊണ്ട് പുതിയ ഫോണുകളിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് പിക്ചേഴ്സ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ കാണുന്ന രണ്ട് ഓപ്ഷൻ ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്. ഇതിൽ ഈ താഴത്തെ ഓപ്ഷൻ പിക്ചേഴ്സിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ മുകളിൽ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാലും യാതൊരു പ്രോബ്ലം ഇല്ല. അതായത് നിങ്ങൾ ഫയൽ കോപ്പി ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിന് ഒരു പ്രോബ്ലം വരില്ല. കാരണം ഇത് പണ്ടത്തെ രീതിയിൽ ഡയറക്റ്റ് കണക്ഷൻ അല്ല. ഇതൊരു എന്താ പറയുക മീഡിയ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു ബാരിയർ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫോണിന് യാതൊരു പ്രോബ്ലം വരില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും മെമ്മറി കാർഡും പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യുന്നത് ആ പഴയ രീതിയിലുള്ള സപ്പോർട്ട് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാർഡ് റീഡർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ OTG കേബിൾ വെച്ചിട്ട് ഫോണിൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പെൻഡ്രൈവ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോഴോ ഫയൽ ചെയ്ത് കോപ്പി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ കാണുന്ന രീതിയിൽ തന്നെ ഇജക്റ്റ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ഇജക്റ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഫോണിലും ഇതേ രീതിയിൽ ഇജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഇജക്റ്റ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇജക്റ്റ് ചെയ്യുക. ഓരോ ഫോണിലും ഓരോ രീതിയായിരിക്കും. എന്നിരുന്നാലും ഒട്ടുമിക്ക ഫോണുകൾക്കുള്ള ഓപ്ഷൻസ് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഫോണുകളിൽ ഈ ഒരു ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഓപ്ഷൻസാണ്. ഇത് കൊടുത്തിട്ട് മാത്രം ഇജക്റ്റ് ചെയ്യാൻ നോക്കുക. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് താഴെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ മുകളിലോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഈ ഐക്കൺ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ അപ്പം ഇജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പറയും സേഫായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ നോക്കുക. ഇത് മെമ്മറി കാർഡും പെൻഡ്രൈവിനും മാത്രമല്ല എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്യുന്ന ഹാർഡ് ഡിസ്കിനും ബാധകം തന്നെയാണ്. ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് ഊരുമ്പോഴും എന്ത് ചെയ്യുക ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ഇജക്റ്റ് കൊടുത്തിട്ട് മാത്രം ഊരാൻ നോക്കുക. അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കും കറക്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.